നരേന്ദ്ര ദാമോദർ ദാസ് മോദി 2014 BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്ത് ഡൽഹിയുടെ അധികാര സോപാനത്തിൽ താമര വിരിയിച്ച നേതാവ്. അന്ന് മോദിയുടെ പ്രായം 64 വയസ്സ്. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം ജനിച്ച് പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യത്തെ ആൾ. പ്രധാനമന്ത്രിയാകാൻ ഗുജറാത്തിൽ നിന്നും നേരിട്ട് ഡൽഹിയിൽ വന്നിറങ്ങുകയായിരുന്നില്ല മോദി. കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ആ യാത്ര. അദ്വാനി എന്ന അതികായനെ മറന്നും മറികടന്നുകൊണ്ടുമായിരുന്നു അതിൻ്റെ തുടക്കം. 2013 സെപ്റ്റംബറിലാണ് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ BJP തീരുമാനിച്ചത്. ആ മാസത്തിന് മോദിയെ സംബന്ധിച്ച് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1950 സെപ്റ്റംബറിലാണ് മോദിയുടെ ജനനം. ജന്മമാസത്തിൽ തന്നെയാണ് പുതിയ ദൗത്യം മോദിയെ തേടിയെത്തുന്നത്. മോദി അതേറ്റെടുത്തു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ മോദി ഇറങ്ങി. ഗുജറാത്തിൽ നിന്നുള്ള ചുവടുമാറ്റം. അവിടെ മോദിയെ കാത്തിരുന്നത് പുതിയ ലക്ഷ്യം, പുതിയ വെല്ലുവിളി, പുതിയ ചക്രവാളം. BJPയെ സംബന്ധിച്ച് ആ ചക്രവാളത്തിൽ അദ്വാനി അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഇനി BJPയുടെ മുന്നിലുള്ള പുതിയ മാർഗത്തിൻ്റെ പേരാണ് മോദി. പുതിയ പ്രതീക്ഷയുടെ പേരാണ് മോദി. മോദിക്കോ അപ്പോൾ അയാളുടെ മുന്നിലുള്ളത് എന്തായിരുന്നു? 2004 വാജ്പേയി സർക്കാരിൻ്റെ പതനം. ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിപ്പേരുള്ള അദ്വാനിയെ മുൻനിർത്തി 2009 നടത്തിയ അടുത്ത പരീക്ഷണം തൻ്റെ പാർട്ടിക്ക് സമ്മാനിച്ച ഇരട്ട പ്രഹരം. വാജ്പേയി വാർദ്ധക്യത്താൽ പരിക്ഷീണനായി രംഗം വിട്ടിരിക്കുന്നു. അദ്വാനിയോ പ്രഭമങ്ങിയിരിപ്പാണ്. അദ്വാനി ഒരിക്കൽ സ്വയം സേവകരുടെയും കാര്യകർത്താക്കളുടെയും സിരകളെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് രഥാരൂഢനായി അയോധ്യയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട തലപ്പൊക്കത്തിൻ്റെ പേര്. അതെ, താൻ കൂടി അന്ന് ആ രഥത്തിൻ്റെ ഓരം ചേർന്ന് നിന്നിരുന്നു, അത്ഭുതാതിരേകത്തോടെ അദ്വാനിയെ നോക്കിക്കൊണ്ട്. അങ്ങനെ ഓർത്തു കാണും മോദി. ഹിന്ദുത്വയുടെ പ്രചണ്ഡവാദം കടന്നുപോയ പോലെ തെരുവുകളിലൂടെ പൊടിപാറിച്ചു പാഞ്ഞ ആ രാഷ്ട്രീയ യാഗാശ്വം ക്ഷീണഗാത്രനായി കടിഞ്ഞാൺ കൈവിട്ട നിലയിൽ ഇരിക്കുന്നു. BJPയെ ദിശയറിയാതെ ഉഴലാൻ വിട്ടുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മോദി കളത്തിലിറങ്ങുന്നു. അതിൽ വിജയിക്കുന്നു. ഇങ്ങനെ കടന്നു വന്നിട്ടും അജയ്യനായി തുടർന്നിട്ടും BJPയുടെ രാഷ്ട്രീയം വളർത്താൻ മോദിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിലാണ് ആദ്യ വീഡിയോ അവസാനിച്ചത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഈ എപ്പിസോഡിൽ നമ്മൾ മോദിയോട് ആ ചോദ്യം ചോദിക്കുന്നു. മോദി, എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്? അതറിയാൻ മോദി സഞ്ചരിച്ച അതേ വഴിയെ നമുക്ക് നടക്കേണ്ടതുണ്ട്. അപ്പോഴേ മോദിയുടെ കാലിടറിയത് എവിടെയൊക്കെ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ സഞ്ചാരം ഇവിടെ തുടങ്ങുന്നു. BJPയെ തോൽപ്പിച്ച മോദി എന്ന വീഡിയോ പരമ്പരയുടെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അധികാരത്തിൽ നിന്നുള്ള നീണ്ട 10 വർഷത്തെ വനവാസത്തിനാണ് മോദിയുടെ വരവോടെ അന്ത്യമാകുന്നത്. അദ്വാനിക്ക് ശേഷം BJP നേരിട്ട നേതൃക്ഷയത്തിനും. മോദി വരുന്നതിന് മുൻപ് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് തോന്നിച്ച പോലെ BJP തകർന്നു കിടക്കുകയായിരുന്നു. തകർച്ചയെന്നാൽ വെറും തകർച്ചയോ? അല്ല. കണക്കുകൾ നിരത്തി തന്നെ അത് പറയാം. കണക്കായതുകൊണ്ട് നിങ്ങൾക്ക് മുഷിയരുത്. മോദി യുഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾ അതറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഓടിച്ചു പറയാം. 1999 ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമ്പോൾ പോലും BJPക്ക് കിട്ടിയത് 23.75% വോട്ട് മാത്രമാണ്. 182 സീറ്റും. 114 സീറ്റേ ഉള്ളൂ കോൺഗ്രസിന്. പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ കോൺഗ്രസ് BJPയേക്കാൾ മുന്നിലായിരുന്നു. 28.3%. ചെറിയ കാര്യമല്ലത്. BJPയേക്കാൾ ഏതാണ്ട് 4.5% കൂടുതൽ. 27 സീറ്റാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് എന്നുകൂടി ഓർക്കണം. അപ്പോഴും ക്ഷീണകാലമാണെങ്കിലും കോൺഗ്രസിൻ്റെ അടിത്തറ നിലംപൊത്തിയില്ല. എന്നു മാത്രമല്ല 98നേക്കാൾ വോട്ട് ശതമാനം കൂട്ടുകയാണ് ചെയ്തത്. 3.5% വർധന. വാജ്പേയിയുടെ BJPക്കോ 98ലും 99ലും 182 സീറ്റ് തന്നെ കിട്ടി. 98ൽ പക്ഷേ 25.59% വോട്ടുണ്ടായിരുന്നു. 99ൽ 23.75%. 2% കുറവ്. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. യുദ്ധം എല്ലാ കാലത്തും ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. അതിനും അപവാദമാണ് വാജ്പേയി സർക്കാർ. കാർഗിൽ യുദ്ധം നടന്നത് മെയ് 3 മുതൽ ജൂലൈ 26 വരെയായിരുന്നു. 2 മാസം 3 ആഴ്ച 2 ദിവസം. അത്രയും നാളാണ് കാർഗിൽ യുദ്ധം നീണ്ടുനിന്നത്. അതിൻ്റെ ചൂടാറും മുൻപാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒറ്റ മാസത്തിനിപ്പുറം. സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 3 വരെയായിരുന്നു തെരഞ്ഞെടുപ്പ്. എന്നിട്ടാണ്
BJPക്ക് സീറ്റ് മെച്ചപ്പെടുത്താൻ കഴിയാഞ്ഞത്. വോട്ട് ശതമാനമോ കഷ്ടം, അതും മെച്ചപ്പെട്ടില്ല. എന്നു മാത്രമല്ല പിന്നോട്ട് പോവുകയും ചെയ്തു. 2004 അത് പിന്നെയും ഇടിഞ്ഞു, 22.16%. 2009 അദ്വാനിയെ മുൻനിർത്തി മൻമോഹൻ സിംഗിനെ രണ്ടാം ഊഴത്തിൽ നേരിട്ടപ്പോഴോ പരിതാപകരമായിരുന്നു. വെറും 18.8%. 22 സീറ്റും നഷ്ടമായി. 116ലേക്ക് BJP മൂക്കുകുത്തി. 91 BJP ആദ്യമായി 3 അക്കം കടക്കുന്നത്. അന്ന് കിട്ടിയത് 120 സീറ്റായിരുന്നു. അദ്വാനിയുടെ കാലത്ത് അതിലും താഴെയായി. അങ്ങനെ 13 വർഷമായി നിലനിർത്തി വന്ന 3 അക്ക സീറ്റിന്റെ പട്ടികയിൽ ഏറ്റവും പിന്നിൽ കൊണ്ടുപോയി BJPയെ കെട്ടി അദ്വാനി എന്ന ഉരുക്കു മനുഷ്യൻ. ഇനി എന്തു ചെയ്യും? തിരിച്ചടികളുടെ ആ ഇരുണ്ട കാലം അവസാനിപ്പിച്ച് BJPക്ക് കരകയറണ്ടേ? അതിന് ആരെങ്കിലും രക്ഷകനാകണ്ടേ? അതാണ് 2013 രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ BJP RSSന്റെ ആശീർവാദത്തോടെ മോദിയെ ഏൽപ്പിക്കുന്ന ചുമതല. ആ വെല്ലുവിളിയാണ് മോദി അന്ന് ഏറ്റെടുത്തത്. ഇത്തവണ 7 ഘട്ട പോളിംഗ് ആയിരുന്നല്ലോ. അന്ന്, അതായത് 2014 9 ഘട്ടമായിരുന്നു പോളിംഗ്. ഏപ്രിൽ 7 മുതൽ മെയ് 12 വരെ നീണ്ട മാരത്തൺ ഷെഡ്യൂൾ. ഇത്തവണത്തെ പോലെ അന്നും അവസാന ഘട്ടത്തിലാണ് മോദി മത്സരിച്ച വാരണാസിയിലെ പോളിംഗ്. മെയ് 16 അന്ന് ഫലപ്രഖ്യാപനം. അവസാന ഘട്ട പ്രചാരണം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കെ മെയ് 9 അമിത്ഷാ ഒരു കണക്ക് പുറത്തുവിട്ടു. മോദി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കണക്കുകളായിരുന്നു അത്. ഷാ പറഞ്ഞു, കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇന്നുവരെ മോദി 437 കൂറ്റൻ റാലികളിൽ പങ്കെടുത്തു. 5827 പൊതു ഇടങ്ങളിൽ ജനങ്ങളുമായി സംവദിച്ചു. രാജ്യത്തുടനീളമായി 3 ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. 25ഓളം സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്ര വലിയ ജനകീയ സമ്പർക്ക പരിപാടി നടത്തിയ മറ്റൊരു നേതാവില്ല മോദിയല്ലാതെ. ഷായുടെ ശബ്ദം BJPക്കകത്തും പുറത്തും മാറ്റൊലിക്കൊണ്ടു. ഒരു വീരനായകന്റെ വരവറിയിക്കും പോലെ. ആ അവകാശവാദത്തിന്റെ വസ്തുതകൾ അറിയില്ല. എന്തായാലും അത് ഫലം കണ്ടു. അതിനായി മോദി വിയർപ്പൊഴുക്കി എന്നത് സത്യം. പിന്നീടുള്ള 10 വർഷത്തെ മോദിക്കാലം രാജ്യത്തിന്റെ പല ഭാഗത്തും കണ്ണീരും ചോരയും ഒഴുകി എന്നതും സത്യം. സഖ്യകക്ഷികളെ ആശ്രയിക്കുന്ന വാജ്പേയി ഭരണവും സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടാത്ത മോദി ഭരണവും എന്ന കാതലായ വ്യത്യാസമാണ് 1999 NDA സർക്കാരും 2014 NDA സർക്കാരും തമ്മിലുള്ളത്. സഖ്യകക്ഷികളിലൂടെ OBC ദളിത് വിഭാഗങ്ങളെ ചേർത്തു നിർത്താൻ നോക്കിയ വാജ്പേയിയുടെ പരാധീനത മോദിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ മോദി നിശ്ചയിച്ചത്. തന്നെ OBC-യായി അവതരിപ്പിച്ചും താൻ തന്നെയാണ് ഏറ്റവും വലിയ OBC എന്നുറക്ക പറഞ്ഞുമായിരുന്നു അതിനായുള്ള മോദിയുടെ കരുനീക്കം. ഇവിടെ മോദി ഒളിപ്പിച്ചു വെച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. ഖജ്ജി തേലി സമുദായ അംഗമാണ് മോദി. അത് സാങ്കല്പികമായി മാത്രം OBC പദവി അവകാശപ്പെടാവുന്ന സമുദായമാണ്. കാരണം അവർ പ്രബല വിഭാഗമാണ്. ഗുജറാത്തിലെ കച്ചവടക്കാരായ ബനിയ വിഭാഗമാണ് അവർ. അതിൽപ്പെടുന്ന എണ്ണയാട്ട് സമുദായം. സിന്ധ്യകൾ, രജ്പുത്തുകൾ, യാദവ, റെഡ്ഡി എന്നിങ്ങനെ നല്ല നിലയിലുള്ള വിഭാഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവർ. സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട് OBC വിഭാഗം അനുഭവിക്കുന്ന പൊതുവായ അരക്ഷിതാവസ്ഥകൾ ഒന്നും നേരിടേണ്ടി വരാത്തവർ. നല്ല സ്ഥിതിയും സ്വാധീന ശക്തിയുമുള്ളവർ. അവരിലൊരാളാണ് മോദി. തന്റെ സവിശേഷ OBC പശ്ചാത്തലത്തെ മോദി എങ്ങനെയൊക്കെയാണ് വക്രീകരിച്ചത്, സ്വന്തം നേട്ടത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് മോദി പ്രിയങ്ക വാക്പോര്. 2014 ആ ഏറ്റുമുട്ടൽ. പ്രചാരണത്തിന്റെ ഭാഗമായി അമേഠിയിലെത്തിയ മോദി കോൺഗ്രസിനെയും അതിൻ്റെ നേതാക്കളെയും പരിഹസിച്ചാണ് സംസാരിച്ചത്. അമേഠി ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ച് അതിവൈകാരിക ബന്ധമുള്ള മണ്ണാണ്. അവിടെ വന്ന് രക്തസാക്ഷിയായ തൻ്റെ പിതാവിനെ അധിക്ഷേപിച്ച മോദിക്ക് തൊട്ടടുത്ത ദിവസം പ്രിയങ്ക കണക്കിന് കൊടുത്തു. ഫോർ ദിസ് നീജ് രാജ്നീതി, ലോലി പൊളിറ്റിക്സ്, ഈച്ച് പോളിംഗ് ബൂത്ത് ഇൻ അമേഠി വിൽ എക്സാക്ട് റിവെഞ്ച് എന്നായിരുന്നു പ്രിയങ്കയുടെ വാക്കുകൾ. നീചമായ ഈ രാഷ്ട്രീയത്തിന് അമേഠിയിലെ ഓരോ പോളിംഗ് ബൂത്തുകളും പകരം വീട്ടുമെന്നാണ് പ്രിയങ്ക പറഞ്ഞത്. നീചമായ രാഷ്ട്രീയമെന്ന ആ വാക്കിനെ മോദി വളച്ചൊടിച്ചത് എങ്ങനെയെന്നറിയാമോ? മോദി ആക്രോശിച്ചു, അതെ, ഞാനൊരു കീഴ്ജാതിയിൽ ജനിച്ചവൻ തന്നെ എന്ന് സമ്മതിക്കുന്നു. എന്നാൽ എൻ്റെ സ്വപ്നം അത്തരം വേർതിരിവുകളില്ലാത്ത ഇന്ത്യയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളത്ര എന്നെ അധിക്ഷേപിച്ചോളൂ, മോദിയെ തൂക്കിലെറ്റിക്കോളൂ. പക്ഷേ കീഴ്ജാതിക്കാരായ എൻ്റെ സഹോദരന്മാരെ വെറുതെ വിടൂ. ഞാൻ സമൂഹത്തിൻ്റെ താഴെപ്പടിയിലുള്ള ഒരു സമുദായത്തിൽ നിന്ന് വരുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് എൻ്റെ രാഷ്ട്രീയം
താഴേക്കിടയിലുള്ള രാഷ്ട്രീയമായി തോന്നും. ഇതായിരുന്നു മോദിയുടെ വാക്കുകൾ. അങ്ങനെയല്ല, മോദിയുടെ സമുദായ സാഹചര്യം എന്നത് പകൽ വെളിച്ചം പോലെ സത്യമായിരിക്കുമ്പോഴാണ് ഈ കള്ളപ്രചാരണവും ഇരവാദവും. ഇതാണ് മോദി. മോദിയുടെ മറ്റൊരു തട്ടിപ്പ് കൂടി ചൂണ്ടിക്കാട്ടാം. വലിയ OBC രക്ഷകനായാണല്ലോ മോദി സ്വയം അവതരിപ്പിക്കുന്നത്. പുതിയ പ്രകടന പത്രികയിൽ BJP അവകാശപ്പെടുന്നത് മോദി മന്ത്രിസഭയിലെ 60% OBC SC/ST സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നാണ്. 29 അംഗ മന്ത്രിസഭയാണ് മോദിയുടേത്. അതിൽ 15 പേരും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം, ഹൈവേ വികസനം തുടങ്ങി പ്രബലമായ എല്ലാ വകുപ്പുകളും നൽകിയിരിക്കുന്നതും സവർണ വിഭാഗക്കാർക്ക് തന്നെ. എന്നു മാത്രമല്ല, മോദിയുടെ സമുദായത്തിന് ഒരു മന്ത്രി പോലും ഇല്ല താനും. ഇതാണ് മോദി ഉറക്കെ ഉറക്കെ ഘോഷിക്കുന്ന OBC സംരക്ഷണം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം മാത്രമാണ് മോദി തൻ്റെ OBC പശ്ചാത്തലത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത്. അത് OBC സംരക്ഷണം എന്നതിനപ്പുറം സ്വന്തം സംരക്ഷണം ഉദ്ദേശിച്ചായിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തം. മോദിയുടെ ഈ OBC വാദം BJP അലോസരപ്പെടുത്തുന്നതേയല്ല. അതിന് കാരണം മോദിയെപ്പറ്റി രാഷ്ട്രീയ ചിന്തകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന നിരീക്ഷണമാണ്. RSS പ്രചാരകനായുള്ള മോദിയുടെ ദീർഘമായ കാലം അയാളുടെ മനസ്സിൽ സവർണരോട്, പ്രത്യേകിച്ചും ബ്രാഹ്മണരോട് ആരാധന ഉണർത്തുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുത്തിട്ടുണ്ട് എന്നതാണ് ആ നിരീക്ഷണം. അതുകൊണ്ട് RSSന് മോദിയുടെ ഈ സ്വയം OBC വാദം അപ്രിയമുണ്ടാക്കുന്നതല്ല. മോദിയെപ്പറ്റിയുള്ള രാഷ്ട്രീയ ചിന്തകരുടെ ഈ വിലയിരുത്തൽ ശരിയാണെന്ന് തെളിയിക്കുന്ന നല്ല ഉദാഹരണമാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട മോദിയുടെ ചെയ്തികൾ. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുള്ള ഭൂമി പൂജ നടക്കുന്നത് 2020 ഓഗസ്റ്റ് 15-നാണ്. യാഗാചാര്യനെ പോലെയായിരുന്നു മോദിയുടെ അന്നത്തെ ഇരിപ്പും പ്രവൃത്തികളും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുൻപും അങ്ങനെ തന്നെ. 2024 ജനുവരി 11-ന് മോദിയുടെ പുതിയ പ്രഖ്യാപനം വരുന്നു. അടുത്ത 11 ദിവസം താൻ വ്രതാനുഷ്ഠാനത്തിലായിരിക്കുമെന്ന്. 22-ാം തീയതി രാജ്യം കണ്ടത് മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയാണ്. അതിനു മുൻപ് സമാനമായ രീതിയിലുള്ള ആചാരപരതയിലേക്ക് മോദി ഇന്ത്യൻ പാർലമെന്റിനെയും ഇടിച്ചു താഴ്ത്തി. അതായിരുന്നു ജനാധിപത്യത്തിന്റെ നിറം കെടുത്തിയ ചെങ്കോൽ സ്ഥാപനം. ചെങ്കോൽ സ്ഥാപനം നേരിട്ട് നടത്താൻ അന്ന് രാഷ്ട്രപതിയെ മോദി അരികുവൽക്കരിച്ചത് നാം കണ്ടതാണ്. രാഷ്ട്രപതിയെ മാത്രമല്ല അതിലൂടെ മോദി ഒഴിവാക്കിയത്, ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ വ്യക്തിയെയാണ്. അങ്ങനെ വന്ന ആദ്യ വനിതയെ കൂടിയാണ്. വനവാസി സംരക്ഷണം, നാരീ ശക്തി എന്നിങ്ങനെ വാദോരാതെ മോദി പറഞ്ഞതിൻ്റെ പൊരുളും ആത്മാർത്ഥതയും ഈ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു. ചരിത്രത്തിൻ്റെ മുൻതാളുകളിലിരുന്ന് നെഹ്റു ഇതെങ്ങനെ കണ്ടു കാണും? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. രസമില്ലേ അങ്ങനെ ആലോചിക്കാൻ? 1963 ഒരു ഏട് അപ്പോൾ ഓർമ്മ വരും. 1963 ഒക്ടോബർ മാസം സാന്താൾ വിഭാഗക്കാരിയായ ബുധ്നി എന്ന 15-കാരിയായ ആദിവാസി പെൺകുട്ടിയെ ഒപ്പം നിർത്തിയാണ് ഭക്രാനങ്കൽ അണക്കെട്ട് നെഹ്റു രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ഭക്രാനങ്കൽ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രം എന്ന് നെഹ്റു അന്ന് വിശേഷിപ്പിച്ചു എന്നാണ് പൊതുവിൽ എല്ലാവരും പറയാറ്. നെഹ്റു പറഞ്ഞതിൽ ടെമ്പിൾ എന്ന വാക്ക് മാത്രമാണ് അതിനായി എല്ലാവരും വിശേഷാൽ എടുത്തു പറയാറ്. സത്യം പറഞ്ഞാൽ അത് നെഹ്റുവിനോടുള്ള അനാദരവാണ്. കാരണം നെഹ്റു അന്ന് പറഞ്ഞത് അങ്ങനെയല്ല. മേ യു കോൾ ഇറ്റ് എ ടെമ്പിൾ ഓർ എ ഗുരുദ്വാര ഓർ എ മോസ്ക്, ഇറ്റ് ഇൻസ്പയേഴ്സ് അവർ അഡ്മിറേഷൻ ആൻഡ് റെവറൻസ് എന്നാണ്. ടെമ്പിൾ എന്ന് മാത്രമല്ല നെഹ്റു പറഞ്ഞത്. ഈ സന്ദർഭത്തെപ്പറ്റി പറയാൻ ഇടവരുമ്പോൾ ഇനിയെങ്കിലും നാം അക്കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഇക്കാലത്ത്. അപ്പോൾ എന്താകണം ആരാധനാലയം, ആരെയാകണം ചേർത്തു നിർത്തേണ്ടത് എന്നതെല്ലാം നെഹ്റുവിൻ്റെയും മോദിയുടെയും പ്രവൃത്തികളിൽ നിന്ന് വ്യക്തം. മറ്റു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വന്ന പ്രധാന വിഷയത്തിൽ നിന്ന് മാറിപ്പോകേണ്ട, പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇതാണ് മോദിയുടെ മനോനില. ഇതാണ് നാവുകൊണ്ട് പറയുകയും ഹൃദയത്തിൽ ഇടം നൽകാതിരിക്കുകയും ചെയ്യുന്ന മോദി എന്ന OBC സംരക്ഷകന്റെയും വനവാസി കല്യാൺ എന്നൊക്കെ പറഞ്ഞു നടന്ന പഴയ സംഘപ്രചാരകന്റെയും യഥാർത്ഥ ചിത്രം. അപ്പോൾ പ്രതീകാത്മകമായി മാത്രം OBCയെയും ദളിതുകളെയും ആദിവാസി ഗോത്രവിഭാഗങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുക, എന്നിട്ട് അതിൻ്റെ പേരിൽ അഭിമാനിക്കൂ എന്ന മിഥ്യാബോധം സൃഷ്ടിക്കുക, ഇതാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അതുകൊണ്ടാണ് ചായ വിൽപ്പനക്കാരനായ OBC വിഭാഗക്കാരന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലേ എന്ന് മോദി ചോദിക്കുന്നത്. അതിലെപ്പോൾ OBCക്കാരെ ഒന്നടങ്കം അഭിമാനിക്കണം. ആദിവാസി ഗോത്രക്കാരിയായ ദ്രൗപദി മുർമുവിന് രാഷ്ട്രപതിയാകാൻ കഴിഞ്ഞില്ലേ? അതിലെപ്പോൾ ആദിവാസി വിഭാഗങ്ങൾ ഒന്നടങ്കം അഭിമാനിക്കണം. ഇതാണ് മോദി പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഒറ്റയാൻ ഉദാഹരണങ്ങളെ സാമാന്യ വ്യവഹാരത്തിൽ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക.
അതുവഴി സാധാരണത്വമുള്ള ഒന്നാക്കി അതിനെ മാറ്റുക. അങ്ങനെ OBC ആദിവാസി വിഭാഗങ്ങളിലെ എല്ലാവർക്കും സാധ്യമായതാണ് ഉന്നത പദവി. അവരിൽ പലരും അത് നേടിക്കഴിഞ്ഞു. അങ്ങനെ നേടാൻ പ്രത്യേക തടസ്സങ്ങളൊന്നുമില്ല, അവസരം ഒത്തുവരേണ്ട കാര്യമേ ഉള്ളൂ എന്ന പ്രതീതി സൃഷ്ടിക്കുക. BJP ആണ് അതെല്ലാം നടപ്പിലാക്കുന്നത് എന്ന് വരുത്തുക. അതാണ് തന്ത്രം. ആ BJP എങ്ങനെ OBC വിരുദ്ധ പാർട്ടിയാകുമെന്ന് അപ്പോൾ ആരായാലും സംശയിക്കില്ലേ? ഇതാണ് BJP കൊണ്ടുപിടിച്ച് നടത്തിയ പ്രചാരണം. അതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാലോ പിന്നെ അത് പറഞ്ഞവരെ OBC വിരുദ്ധരാക്കുന്ന പ്രചണ്ഡ പ്രചാരണമായി. എന്നാൽ കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് BJPയുടെ തനി നിറം പുറത്താകുന്നത്. ഒറ്റ ഉദാഹരണം മതി അത് മനസ്സിലാകാൻ. UPയിൽ ലോത്ത് OBC വിഭാഗക്കാരനായ കല്യാൺ സിംഗിനെ BJP മുഖ്യമന്ത്രിയാക്കുന്നു 1991. അതെ, മണ്ഡൽ കമ്മീഷനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രക്ഷോഭം നടത്തിയ അതേ BJP തന്നെ. OBC സ്നേഹം കൊണ്ടൊന്നുമല്ല BJP അത് ചെയ്തത്. അന്ന് കാൻഷിറാം നടപ്പാക്കിയ ബഹുജൻ തന്ത്രത്തിന്റെ വിജയം കണ്ടിട്ടായിരുന്നു. ലോത്ത് സമുദായത്തിൽപ്പെട്ട ഉമാഭാരതിയെയും BJP പിന്നീട് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാക്കുന്നുണ്ട്. രണ്ടുപേരുടെയും പിന്നീടുള്ള ഗതി മറക്കരുത്. 97 വീണ്ടും കല്യാൺ സിംഗ് UP മുഖ്യമന്ത്രിയായി. എന്നിട്ടെന്ത് സംഭവിച്ചു? ഇടയ്ക്ക് വെച്ച് തന്ത്രപൂർവ്വം കല്യാൺ സിംഗിനെ മാറ്റുന്നു. സവർണ വിഭാഗത്തിലുള്ള 2 നേതാക്കന്മാർക്ക് അവസരമൊരുക്കുന്നു. തുടർന്ന് മായാവതിയും അഖിലേഷ് യാദവുമൊക്കെയാണ് UP ഭരിച്ചത്. അതിനുശേഷം BJP വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയായത് ആരാണ്? യോഗി ആദിത്യനാഥ്, ഠാക്കൂർ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്. ഇപ്പോഴും യോഗി തന്നെ ആ പദവിയിൽ തുടരുന്നു. അപ്പോൾ OBCയിലൂടെ അധികാരത്തിൽ വരിക, സ്ഥാനമുറപ്പിച്ചു കഴിയുമ്പോൾ അതേ OBCയെ തൂത്തെറിയുക, പകരം അധികാരത്തിൻ്റെ ദണ്ട് സവർണ വിഭാഗത്തിൻ്റെ കൈകളിൽ തന്നെ എന്ന് ഉറപ്പാക്കുക. അതാണ് BJP, അതാണ് മോദി. ഏറ്റവും കൂടുതൽ പിന്നാക്ക MP-മാരുള്ള പാർട്ടി, SC/ST MP-മാരുള്ള പാർട്ടി, ആ വിഭാഗത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് നൽകുന്ന പാർട്ടി എന്നൊക്കെ BJP വീമ്പിളക്കാറുണ്ടല്ലോ. അതെല്ലാം എന്തിനാണെന്ന് മേൽച്ചൊന്ന ഉദാഹരണങ്ങളുമായി ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്നാൽ BJPയുടെയും മോദിയുടെയും ഈ കളി ഒട്ടും നടക്കാത്ത ഇടമാണ് തെക്കേ ഇന്ത്യ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കടുത്ത ബ്രാഹ്മണ വിരോധത്തിൽ വേരൂന്നിയാണ് തെന്നിന്ത്യയുടെ നിൽപ്പ്. കർണാടക ഇതിന് ഒരു അപവാദമാണെന്ന് തോന്നാമെങ്കിലും ഒടുവിലത്തെ ജനവിധിയിലൂടെ കർണാടകയും ആ തെറ്റ് തിരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് മോദിയുടെയും BJPയുടെയും OBC പ്രേമത്തിൻ്റെ കള്ളി വെളിച്ചത്താക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ജാതി സെൻസസ്. ഒരൽപ്പം സങ്കീർണമായ വിഷയമാണത്, അതേസമയം രസകരവുമാണ്. അതുകൊണ്ട് നമുക്ക് ആ വഴിയെ ഒന്ന് പോയി നോക്കിയാലോ? BJPയുടെ പ്രതിലോമ രാഷ്ട്രീയം സസൂക്ഷ്മം മനസ്സിലാക്കണം എന്ന ഉറച്ച നിലപാടുള്ളവർ ആ വഴിയെ വന്നേ തീരൂ. ആ യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ. അതാണ് അടുത്ത വീഡിയോ.